അമ്മേ ശരണം, ദേവി ശരണം, ആറ്റുകാൽ അമ്മേ ശരണം. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. 2024 ആറ്റുകാൽ പൊങ്കാലയായിരുന്നു ഇന്ന്. അപ്പം എനിക്ക് നാട്ടിൽ പോകാൻ പറ്റിയില്ല. ഞാൻ നേരത്തെ നാട്ടിൽ പോകുമായിരുന്നു പൊങ്കാലയിടാൻ. പക്ഷെ ഇത്തവണ എനിക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടിയില്ല. അപ്പം എനിക്ക് പൊങ്കാല ഇടാതിരിക്കാനും പറ്റത്തില്ല, അത്രയ്ക്ക് അങ്ങ് സങ്കടമായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ തന്നെ പൊങ്കാല ഇട്ടു. ഇപ്പം എങ്ങനെ വീട്ടിൽ തന്നെ നമുക്ക് ഇപ്പം ഒരു ഫ്ലാറ്റിലാണേലും ഒപ്പം വീട്ടിലാണേലും ഒക്കെ നമുക്ക് എങ്ങനെ പൊങ്കാല ഇടാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിതിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് നാട്ടിൽ ദേവിയുടെ മുന്നിൽ ഇടുന്ന പോണക്ക് തന്നെ ശുദ്ധ വൃത്തിയായിട്ട് തന്നെ ഞാൻ ഏകദേശം 5 ദിവസം നോമ്പ് നോക്കി തന്നെയാണ്. ഞാൻ മാത്രമല്ല, ഇവിടെ നമ്മൾ ഫാമിലി, എൻ്റെ 2 മക്കളും ഹസ്ബൻഡും ഞാനും 5 ദിവസം നോമ്പ് നോക്കി തന്നെയാണ് പൊങ്കാല ഇട്ടത്. ഇതിൽ അടുപ്പ് മാത്രമേ ഉള്ളൂ എനിക്ക് ഇഷ്ടിക ഇവിടെ UAE-യിലായതുകൊണ്ട് കിട്ടാഞ്ഞ്. ബാക്കി എല്ലാം നമ്മൾ നാട്ടിലിടുന്ന പോണക്ക് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത്. ദേവിക്ക് സമർപ്പിക്കാൻ വേണ്ടി 3 ശർക്കര പായസവും 1 വെള്ളയരി പായസവും അതിനുശേഷം മണ്ടപ്പുറ്റുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം പൊങ്കാല ഒന്നിലും 3 അല്ലെ 1 അല്ലെ 5 7 അങ്ങനത്തെ കണക്കാണ് നമ്മൾ പൊങ്കാല ഇടേണ്ടത്. അപ്പോൾ ഈ ഇരട്ട സംഖ്യകളിൽ ഇട്ട് നിർത്തല്ല. അതുകൊണ്ടാണ് ഞാൻ 3 ശർക്കര പായസം, 1 വെള്ളയരി പായസം, 1 മണ്ടപ്പുറ്റുമാണ് ഞാൻ പുഴുങ്ങിയത്. മണ്ടപ്പുറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപയർ വറുത്ത് അലകാക്കി അതും തേങ്ങയും ശർക്കരയും നമ്മുടെ അരി എടുക്കുമ്പോൾ നമ്മൾ പുട്ടിൻ്റെ പൊടിയെ വേണം എടുക്കാൻ, തരിയുള്ള അതും എടുത്തിട്ടാണ് മണ്ടപ്പുറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് തീരെ തലവേദന അസുഖങ്ങളോ ഒക്കെ ഉള്ളവരാണ് അതൊക്കെ നേർന്നിട്ട് അത് ചെയ്യുന്നത്. നമ്മളിപ്പം പ്രത്യേകിച്ച് അസുഖം അങ്ങനെ വെച്ചിട്ടല്ല, നമ്മുടെ ശരീരസുഖം തരണേ ഭഗവാനെന്ന് അമ്മയെന്ന് ഉദ്ദേശിച്ചാണ് നമ്മൾ മണ്ടപ്പുറ്റ് അമ്മയ്ക്ക് നിവേദിക്കുന്നത്. ഇപ്പം കണ്ടല്ലോ, ഇപ്പം നമുക്ക് ആറ്റുകാൽ പൊങ്കാല ഇത്തവണ 10:30-ക്കാണ്, നാട്ടിലെ 10:30-ക്കായിരുന്നു ഭണ്ഡാര അടുപ്പിൽ നിന്ന് തിരി തെളിയിക്കുന്നത്. അപ്പം ആ ടൈം നമുക്ക് ലൈവായിട്ട് ഇവിടെ കാണാൻ പറ്റുമായിരുന്നു TV-യിൽ. അപ്പം ആ ടൈമിൽ അവിടെ തിരി കൊളുത്തിയ സമയത്ത് തന്നെ നമ്മൾ എന്നും കത്തിക്കുന്ന നിലവിളക്കിൽ നിന്നും തീ പകർന്ന് ഞാൻ അമ്മയുടെ മുന്നിലത്തെ വിളക്കിലേക്ക് തീ കത്തിച്ചു. അവിടെ നിന്ന് ഞാൻ ആ തീയെ നമ്മുടെ 3 കർപ്പൂരം ഒഴിഞ്ഞു വെച്ചിട്ട് നമ്മുടെ സ്റ്റൗവിന് മേളിലോട്ട് വെച്ചിട്ട് അത് കത്തിച്ചു. അതിനുശേഷമാണ് നമ്മുടെ സ്റ്റൗവ് ഞാൻ ഓണാക്കിയത്. ഇങ്ങനെയാണ് ഞാൻ അമ്മയ്ക്ക് മുന്നിൽ നിവേദ്യം തയ്യാറാക്കിയത്. ഇപ്പം നാട്ടിലെ ആറ്റുകാൽ അമ്പലത്തിൽ തിരി കത്തിച്ച് ഭണ്ഡാര അടുപ്പിലേക്ക് തീ പകർന്ന സമയത്ത് തന്നെ ഞാനിവിടെ കണ്ടല്ലോ, ഇതുപോണക്കാണ് ഞാനിവിടെ പൊങ്കാലയിട്ടത്. അപ്പം കണ്ടല്ലോ, 3 തവണ കലത്തിന് നമ്മൾ ഒഴിഞ്ഞു വേണം നമ്മൾ തീ കത്തിക്കുന്നതിന് വേണ്ടി. കണ്ടല്ലോ, ഇതുപോണക്ക് ആദ്യം ഞാൻ കർപ്പൂരത്തെ 3 സൈഡിലും ഒന്ന് കത്തിച്ചു. കർപ്പൂരം പെട്ടെന്ന് കെട്ടുപോകുമല്ലോ. അതിനുശേഷം ഞാൻ സ്റ്റൗവ് ഓണാക്കുകയാണ് ചെയ്തത് കേട്ടോ. ഞാൻ ഇവിടുത്തെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അമ്മയ്ക്ക് പൊങ്കാല നിവേദ്യം തയ്യാറാക്കിയിരിക്കുന്നത്. അമ്മ അത് സ്വീകരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് എല്ലാ വർഷവും അമ്മയുടെ പൊങ്കാല വരുമ്പോഴത്തേന് നാട്ടിൽ പോകാൻ പറ്റാത്ത സമയങ്ങളിൽ ഭയങ്കര വിഷമമാണ്. ഇത്തവണ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര സംതൃപ്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണക്കലരി തന്നെ വേണം എടുക്കാൻ, എന്നാലേ ആ പരുവത്തിന് വെന്ത് വരത്തുള്ളൂ. കണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ലുലുവിൽ ഇവിടെ നല്ല പൊങ്കാല കലം മേടിക്കാൻ കിട്ടുമായിരുന്നു. ആ കലത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മത്സ്യമാംസാദികളൊക്കെ വേവിക്കുന്ന കലമാട്ട്, സ്പൂണാട്ട്, തവിയാട്ട് ഒരു സാധനങ്ങളും നമ്മൾ പൊങ്കാല ഇടുന്നതിന് വേണ്ടി ഉപയോഗിക്കരുത്. എല്ലാം പുതിയ സാധനങ്ങൾ മേടിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ബോട്ടിൽ വെള്ളമാണ് മേടിച്ചിരുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പിൽ നിന്നോ മറ്റ് ഒരു വെള്ളമല്ല യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ബോട്ടിൽ വെള്ളം മേടിച്ചിട്ടാണ് അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ മോനെയും കൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പൊങ്കാല ഇടിയിച്ചിരിക്കുന്നത്. അത് അമ്മയ്ക്ക് ശർക്കര പായസം ആണ്
ചെയ്യുന്നത്. പിന്നെ ആദ്യം അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നന്നായിട്ട് 2-3 തവണ കഴുകണം. കഴുകിയതിന് ശേഷം നമ്മൾ കലത്തിന് 3 തവണ ഉഴിഞ്ഞതിന് ശേഷം വേണം ഇടാൻ. 3 തവണ വേണം വാരി ഇടാൻ വേണ്ടി, കേട്ടല്ലോ. അതുകൊണ്ട് തന്നെ കിഴക്കോട്ട് പടിഞ്ഞാട്ട് നമ്മുടെ പൊങ്കാല തിളച്ച് തൂവിക്കഴിഞ്ഞാൽ നല്ല ഐശ്വര്യം തന്നെയാണ് നമുക്ക് മുന്നോട്ട്. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാന വിശ്വാസങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് ആചാരപ്രദമായിട്ട് വേണം നമ്മൾ പൊങ്കാല സമർപ്പിക്കാൻ അമ്മയ്ക്ക്. അതുകൊണ്ട് തന്നെ ശുദ്ധവൃത്തിയോടെ വ്രതശുദ്ധിയോടെയും വേണം നമ്മൾ ഇതൊക്കെ തയ്യാറാക്കാൻ. ഏറ്റവും കുറഞ്ഞ 3 ദിവസമെങ്കിലും നൊയമ്പെടുത്തിട്ട് വേണം നമ്മൾ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാൻ. ഞാൻ 5 ദിവസമാണ് വ്രതം എടുത്തത്.
Innocent Smiley. അപ്പൊ അമ്മയ്ക്ക് ഇഷ്ട വഴിപാടായ 5 നിവേദ്യങ്ങളും ഇവിടെ തയ്യാറായിരിക്കുകയാണ്.
കണ്ടല്ലോ, ഇങ്ങനെയാണ് നിവേദ്യം നമ്മൾ തയ്യാറാക്കി വാങ്ങി വെച്ച് കഴിയുമ്പം നമ്മൾ തവിയൊന്നും ഇട്ട് വെക്കല്ലേ. നമ്മൾ ഇതുപോലൊക്കെ ഒരു വാഴയിലയുടെ കീറെടുത്തിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പം നമ്മൾ അമ്മയുടെ അമ്പലത്തില് നമ്മുടെ ഭണ്ഡാര അടുപ്പില് വെന്ത പായസത്തില് തീർത്ഥം തളിച്ച് പൂവും ഇട്ടെടുക്കുന്ന സമയത്ത്, നമ്മളിവിടെ 2:30 മണി സമയത്തായിരുന്നു, അന്നേരം ഇവിടുത്തെ 1 മണി സമയത്ത്, നാട്ടിലെ 2:30 മണി സമയം. ആ സമയത്ത് നമ്മൾ ലൈവായിട്ട് TV-യിൽ കാണാൻ പറ്റും. ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ എല്ലാം മൂടിയെടുത്തതിന് ശേഷം നമ്മളും ഇച്ചിരി മഞ്ഞൾ വെള്ളം പിന്നെ നമ്മൾ കണ്ടല്ലോ ഇതുപോലൊക്കെ കലക്കി വെച്ചിരിക്കും, അത് തുളസി ഇലയിൽ തളിച്ച് നമ്മളെല്ലാ നിവേദ്യത്തിലോട്ടും തളിച്ചിടണം. പിന്നെ നമ്മുടെ വിളക്കിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന കിണ്ടിയിൽ വെച്ചിരിക്കുന്ന പിന്നെ ഭസ്മം ഇട്ട വെള്ളമുണ്ട്, അതും എല്ലായിടത്തും ഒന്ന് കുടയണം. കണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മളിവിടെ UAE-യിലും മറ്റു രാജ്യങ്ങളിലൊക്കെ ഉള്ളവർ ഇതുപോലൊക്കെ ഒന്ന് തളിച്ചാണ് നമ്മൾ ആ നിവേദ്യം എടുക്കേണ്ടത് കേട്ടോ. അതിനുശേഷം അമ്മയുടെ മുന്നിൽ ഇതെല്ലാം ഒന്ന് സമർപ്പിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പായസം വെന്ത് നമ്മൾ അടച്ചു വെച്ചതിന് ശേഷമേ നമുക്ക് രാവിലെ ഒരു ജലപാനം പോലും നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വ്രതം നോക്കിയിട്ടല്ലേ ഇത് ചെയ്യുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഇത് നിവേദ്യങ്ങൾ സമർപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ജലപാനം പോലും ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഗുളികയോ മരുന്നോ ഒക്കെ കഴിക്കുന്ന പ്രായമായവർക്ക് നമുക്ക് വെള്ളമോ അല്ലെങ്കിൽ ഗുളികയോ ഒക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിപ്പോൾ ആരോഗ്യമുള്ളവർക്ക് അത്ര നേരം ഒന്ന് ഇത്തവണത്തെ പൊങ്കാല ഞാൻ UAE-യിൽ നമ്മുടെ ഫ്ലാറ്റിലാണ് സമർപ്പിച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് 100% ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മനസ്സിന് ഭയങ്കര സംതൃപ്തി തന്നെ ഉണ്ട്. നമുക്ക് പോകാനുള്ള സാഹചര്യം ഒത്തു വന്നില്ല, അത് കാരണമാണ് നമുക്ക് പോകാൻ പറ്റാഞ്ഞത്. അപ്പം ഇങ്ങനെ അമ്മയുടെ മുന്നിൽ നമുക്കിത് സമർപ്പിക്കാൻ പറ്റിയതിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം നേരത്തെ ഞാൻ പറയാം, ഇപ്പം ഞാൻ ഫ്ലൈറ്റിൽ ഇരിക്കേണ്ട സമയമായി, വോയിസ് കൊടുക്കുന്ന സമയം. ഞാൻ ഇതേപോലെ 6:30 ഫ്ലൈറ്റിനായിരുന്നു വരുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.